PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th ലെവൽ പ്രിലിമിനറി എക്സാമിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടറിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് സൈബർ ക്രൈംസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സൈബർ ക്രൈംസ്. ഓക്കെ, അപ്പോൾ സൈബർ ക്രൈംസിലേക്ക് നമുക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈബർ ക്രൈംസ്. ഇതിന് എന്തായാലും ഒരു 2 മുതൽ 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ സൈബർ ക്രൈംസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് കുറേ ആക്ട്സും അതിൻ്റെ വർഷങ്ങളുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യം വന്ന നിയമം. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യം വന്ന നിയമമാണ് IT ആക്ട് 2000. അപ്പം നമുക്കറിയാം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യം നിയമം വന്ന വർഷമാണ് IT ആക്ട് 2000. ഈ IT ആക്ട് 2000, IT ആക്ടിൻ്റെ വേറൊരു പേരാണ് ഇന്റർനെറ്റ് ആക്ട്. ഇന്റർനെറ്റ് ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ടിന്റെ വേറൊരു പേരാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. വേറൊരു പേരാണ് കമ്പ്യൂട്ടർ ആക്ട് 2000. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ആദ്യം വന്ന നിയമമാണ് IT ആക്ട് 2000. IT ആക്ട് 2000ൻ്റെ വേറെ പേരാണ് ഇന്റർനെറ്റ് ആക്ട് 2000. ITയുടെ ആ ഫുൾ ഫോം ആണ് ഇന്റർനെറ്റ് ആക്ട് 2000 അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്ട് 2000. അപ്പോൾ ഇനി IT ആക്ട് 2000നെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. IT ആക്ട് 2000 പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്. എപ്പോഴും ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് IT ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്. പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് ആണ് 9th June 2000. സോ IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 9th June 2000. ഇനി IT ആക്ട് നിലവിൽ വന്നത് എന്നാണ് 17th October 2000. അപ്പം IT ആക്ട് 2000നെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് 9th June 2000. IT ആക്ട് നിലവിൽ വന്നത് IT ആക്ട് 2000 നിലവിൽ വന്നത് 17th October 2000. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണതാണ്. അപ്പോൾ IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയ ഡേറ്റ് 9th June 2000. IT ആക്ട് 2000 നിലവിൽ വന്ന വർഷം 17th October 2000. ഇനി IT ആക്ട് നിലവിൽ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് 13 ചാപ്റ്റേഴ്സ് 94 സെക്ഷൻസ് ആൻഡ് 4 ഷെഡ്യൂൾസ്. അപ്പം IT ആക്ട് 2000 നിലവിൽ വന്നപ്പോൾ അതിൻ്റെ അകത്ത് 13 ചാപ്റ്റേഴ്സ് ഉണ്ട്, 94 സെഷൻസ് ഉണ്ട്, 4 ഷെഡ്യൂൾസ് ഉണ്ട്. ഇനി ഇതിലെ 4 ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം IT ആക്ട് 4000ൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു 4 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പം IT ആക്ട് 4000ൻ്റെ അകത്തുള്ള 4 ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇന്ത്യൻ പീനൽ കോഡ്. IT ആക്ട് 2000ൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇന്ത്യൻ പീനൽ കോഡ്. സെക്കൻഡ് ഷെഡ്യൂളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. സെക്കൻഡ് ഷെഡ്യൂളാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അടുത്ത തേർഡ് ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആണ്. തേർഡ് ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. സോ
ഫസ്റ്റ് ഷെഡ്യൂള് ഇന്ത്യൻ പീനൽ കോഡ്, സെക്കൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, തേർഡ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, ഫോർത്ത് RBI ആക്ട്. അപ്പം IT ആക്ട് 2000 4 ഷെഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ പീനൽ കോഡ്, സെക്കൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, തേർഡ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആൻഡ് ഫോർത്ത് RBI ആക്ട്. അപ്പോൾ ഇത്രയാണ് IT ആക്ട് 2000 പഠിക്കാനുള്ളത്. IT ആക്ട് 2000 പാർലമെന്റ് പാസ്സാക്കിയത് 9th June 2000. IT ആക്ട് 2000 നിലവിൽ വന്നത് 17th October 2000. IT ആക്ട് നിലവിൽ വന്നപ്പോൾ 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ് ആൻഡ് 4 ഷെഡ്യൂൾസ്. 4 ഷെഡ്യൂൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇന്ത്യൻ പീനൽ കോഡ്, രണ്ടാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, തേർഡ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ആൻഡ് ഫോർത്ത് RBI ആക്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. IT ആക്ട് 2000, അതായത് IT ആക്ട്, ഈ 2000 IT ആക്ട് ഭേദഗതി ചെയ്തത് എന്നാണ്. IT ആക്ട് 2000 അമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഭേദഗതി ചെയ്ത വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ 2008. IT ആക്ട് 2000 ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2008. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത്, തെറ്റിപ്പോലെ, IT ആക്ട് നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് 23rd December 2008. അപ്പം IT ആക്ട് ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 23 December 2008. അടുത്ത IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് 27th October 2009. അപ്പം IT ആക്ട് 2000 ഭേദഗതി ചെയ്ത 2008, IT ആക്ട് 2000 ഭേദഗതി ചെയ്ത 2008. ഇത് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. IT ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് 23rd December 2008. IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത്, IT ആക്ട് ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 23rd December 2008. IT ആക്ട് ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ് 27th October 2009. ഇനി ഭേദഗതി നിയമം വന്നപ്പോൾ ചാപ്റ്റേഴ്സിനും സെഷൻസിനും ഒക്കെ കുറച്ച് വ്യത്യാസം വന്നു. ചാപ്റ്റേഴ്സ് എത്ര ആയി എന്ന് ചോദിച്ചാൽ 14 ചാപ്റ്റേഴ്സ്. അതായത് IT ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് 14 ചാപ്റ്റേഴ്സ് ആയി. നേരത്തെ നമ്മൾ IT ആക്ട് 2000 പറഞ്ഞപ്പോൾ 13 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 14 ചാപ്റ്റേഴ്സ് ആണ്, 124 സെഷൻസ് ആണ്. തെറ്റിപ്പോലെ 124 സെഷൻസ് ആണ്, 2 ഷെഡ്യൂൾസ് ആണ്. 2 ഷെഡ്യൂൾസ് ആണ്, 4 പാർട്സ് ആണ്. ഓക്കെ, അപ്പം IT ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ 14 ചാപ്റ്റേഴ്സ്, 124 സെഷൻസ്, 2 ഷെഡ്യൂൾസ് ആൻഡ് 4 പാർട്സ്. ഇനി ഭേദഗതി ചെയ്ത IT ആക്ടിലെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്? ഫസ്റ്റ് ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത IT ആക്ട് 2008 ഭേദഗതി ചെയ്ത IT ആക്ടിൽ 2 ഷെഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഷെഡ്യൂൾ എന്താണ്? ഡിജിറ്റൽ ഡോക്യുമെന്റ്സ്. സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഭേദഗതി ചെയ്ത IT ആക്ടിൽ ഫസ്റ്റ് ഷെഡ്യൂള് ഡിജിറ്റൽ ഡോക്യുമെന്റ്, സെക്കൻഡ് ഷെഡ്യൂളാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഇനി the system which is used to authenticate digital records. ഡിജിറ്റൽ റെക്കോർഡ്സിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെ എന്തെന്ന് പറയും? ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ, ദാറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് യൂസ് ടു ഒതൻറ്റിക്കേറ്റ് ഡിജിറ്റൽ റെക്കോർഡ്സ്. ഡിജിറ്റൽ റെക്കോർഡ്സിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അതായത് ഡിജിറ്റൽ റെക്കോർഡിനെ തുറന്നു കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡിജിറ്റൽ സിഗ്നേച്ചർ. അടുത്ത് നമ്മൾ പറയാൻ പോണ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ തരുന്ന അതോറിറ്റി ഏതാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ തരുന്ന അതോറിറ്റി ഏതാണ്? സർട്ടിഫയിങ് അതോറിറ്റി. ഡിജിറ്റൽ സിഗ്നേച്ചർ തരുന്ന അതോറിറ്റിയാണ് സർട്ടിഫയിങ് അതോറിറ്റി. സർട്ടിഫയിങ് അതോറിറ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ.
അപ്പം ഡിജിറ്റൽ സർട്ടിഫൈങ് അതോറിറ്റിയാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ. അപ്പം ഡിജിറ്റൽ സർട്ടിഫൈങ് അതോറിറ്റിയുടെ ഒരു എക്സാമ്പിളാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈബർ ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്ത വർഷങ്ങളും IT ആക്ട് 2000, IT ആക്ട് 2008 കുറിച്ചാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സൈബർ ക്രൈംസ് റിലേറ്റ് ചെയ്ത ക്രൈംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് സൈബർ ക്രൈംസ് റിലേറ്റ് ചെയ്തുള്ള സെഷൻസ് പഠിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻസ് അറിയിക്കുക, നിങ്ങൾ ക്ലാസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.